വോട്ടെണ്ണൽ ദിനത്തിൽ ഇതുവരെ കാണാത്ത ആഘോഷങ്ങൾക്കാണ് KPCC ആസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ രാത്രി തന്നെ ഒരു പന്തലൊക്കെ കിട്ടി, പായസത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കിയായിരുന്നു. ആ സമയത്തൊക്കെ വലിയ സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ പന്തലിട്ട് ഇന്നലെ രാത്രി നമ്മൾ ഈ സൂപ്പർ പ്രൈം ടൈം ചർച്ചയുടെ സമയത്തൊക്കെ ഈ പന്തലൊക്കെ ഇടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം, ഇത്രയേറെ കോൺഫിഡൻസ് എങ്ങനെ വരുന്നു? നാളെ സണ്ണി ജോസഫ് ഇന്നലെ പറഞ്ഞേ ചൂടൊക്കെ അല്ലേ, അതുകൊണ്ടൊക്കെ ഞങ്ങൾ പന്തലിട്ടു എന്നുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ ആ പന്തലിൽ നിറയെ ആൾക്കാരായിരുന്നു അല്ലേ. ആ പന്തലെല്ലാം രണ്ടും കൽപ്പിച്ചൊരു പന്തലായിരുന്നു. ആ പന്തലിൽ പക്ഷേ സന്തോഷത്തിന്റെ ചിരി തന്നെയാണ് ഇന്ന് ഉയർന്നത്, കയ്യടികളാണ് ഉയർന്നത്. ആദ്യ 6 റൗണ്ടുകളിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിന്നിലായതോടെ അവിടെ ആരവങ്ങൾ ഉയർന്നു കേൾക്കുകയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് UDF മുന്നേറ്റത്തിന്റെ വാർത്തകൾ വന്നതോടുകൂടി KPCC ആസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ആഘോഷത്തിമിർപ്പിലായി. ധർമ്മടത്ത് ആദ്യ റൗണ്ടിൽ പിണറായി വിജയൻ പിന്നിലായെന്ന വാർത്തയ്ക്ക് പിന്നാലെ ആഘോഷം അണപൊട്ടി. ധർമ്മടത്ത് 6 റൗണ്ടുകൾ എണ്ണുന്നതുവരെ അതേ ആരവം കെട്ടടങ്ങാതെ നിന്നു. 80 സീറ്റുകളിലേക്ക് കുതിച്ചു കയറിയതോടെ UDF കൺവീനറും പിന്നാലെ പ്രവർത്തകരുടെ തോളിലേറി രമേശ് ചെന്നിത്തലയും KPCC ആസ്ഥാനത്തെത്തി. അധികം വൈകാതെ KC വേണുഗോപാലും പ്രവർത്തകരുടെ ചുമലിലേറി KPCC ആസ്ഥാനത്തേക്ക്. പത്തിലധികം മന്ത്രിമാർ തോൽവിയിലേക്കെന്ന വാർത്ത കൂടി വന്നതോടെ ആഘോഷം ഉച്ചസ്ഥായിയിലായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടിയെത്തിയതോടെ കേക്ക് മുറിച്ചും മധുരം കൈമാറിയും 10 വർഷത്തിന്റെ കാത്തിരിപ്പിന് പരിസമാപ്തി കുറിച്ചു. മുൻപൊരിക്കലും കാണാൻ കഴിയാത്തത്ര വിധം ആഹ്ലാദ തിമിർപ്പിലായിരുന്നു ഇക്കുറി കോൺഗ്രസ് ആസ്ഥാനം. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനു മുൻപേ മധുരപലഹാരം വിതരണം ചെയ്തും LED വാൾ സജ്ജീകരിച്ചും പ്രവർത്തകർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ക്യാമറമാൻ രതീഷിനൊപ്പം അരുൺ P. ഗോപി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ നമ്മൾ VD സതീശനോട്, അനൂപ് ദാസാണ്, അതായത് കുറെ ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു. ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. നാളെ പറയാന്ന് പറഞ്ഞു. അപ്പം അനൂപ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ മൗനത്തിന് പിന്നിലെന്ന്. അപ്പോൾ അദ്ദേഹം വളരെ നല്ല ചിരി, ആ ചിരിയിൽ എല്ലാ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ആ ആഘോഷം അതിൽ ഏറ്റവും ആദ്യം 100 എന്ന അവകാശവാദം ഉന്നയിച്ച അദ്ദേഹത്തിന് തന്നെ അവകാശപ്പെട്ടതാണ്. അതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു. പലരും 100 പോയി ജയിക്കും, കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്കൊക്കെ എത്തിയപ്പോഴും സതീശൻ ഒരിക്കലും മാറ്റി പറഞ്ഞില്ല. അത് ആ വിജയം അദ്ദേഹത്തിന് തീർച്ചയായും അവകാശപ്പെട്ടതും.